ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്തതിൽ ബാങ്കിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. ജപ്തി നടപടിക്കെത്തിയ ബാങ്ക് ജീവനക്കാരി ഷീബയോട് ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞുവെന്ന് കുടുംബം ആരോപിച്ചു. പെട്രോളുമായി നിന്ന ഷീബയെ പോലീസ് പിടിച്ചു മാറ്റുന്നതിനിടെയാണ് ദേഹത്ത് പെട്രോൾ വീണത്. അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്നും മകൾ നിഥില പറഞ്ഞു. പൊള്ളലേറ്റ ഷീബയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് സഹായം ലഭിച്ചില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. ജപ്തി നടപടികൾക്കിടയിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് വീട്ടമ്മ ആത്മഹത്യ ചെയ്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവരുന്നതിനിടയിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെതിരെ ഗുരുതര ആരോപണവുമായി മരണപ്പെട്ട ഷീബയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ജപ്തി നടപടികൾക്കെത്തിയപ്പോൾ 22-ാം തീയതി വരെ സമയം ചോദിച്ചു. എന്നാൽ അത് നൽകുവാൻ തയ്യാറായില്ല. മാത്രവുമല്ല, ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ ആത്മഹത്യ ചെയ്തോളാനും സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ നീനു എബ്രഹാം പറഞ്ഞുവെന്ന ഷീബയുടെ മകൾ നിഥില. ഞാൻ മരിച്ചാലും ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞു, ഞാൻ ചാവൂന്ന് പറഞ്ഞു. നീനു എബ്രഹാം എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ പോയി ചേച്ചി ചത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ജപ്തിയേരിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പെട്രോൾ കയ്യിലെടുത്ത് ഭീഷണി മുഴക്കിയപ്പോൾ പിടിച്ചുമാറ്റാൻ നിർദ്ദേശിച്ചതും ഈ ജീവനക്കാരിയാണ്. ഇതിനിടയിലാണ് പെട്രോൾ ദേഹത്ത് വീണതും തീ കത്തിയതെന്നും മകൾ പറയുന്നു. നീനു പറഞ്ഞു അവരെ പിടിച്ചിറക്കാൻ പറഞ്ഞു. ഇത് കേട്ടതോടെ ആ സാറ് പറഞ്ഞു, പോലീസുകാരിയോട് പറഞ്ഞു, നിങ്ങൾ എന്തെടുക്കുക, അവളെ പിടിച്ച് മാറ്റാൻ പറഞ്ഞു. അന്നേരം ഈ സാറും പോലീസ് ലേഡിയും കൂടെ വന്ന് അമ്മേനെ വലിച്ചു. അപ്പം ഓട്ടോമാറ്റിക് പ്ലാസ്റ്റിക് കുപ്പിയാണ്. ആ പെട്രോൾ ഇങ്ങനെ തെറിച്ചു. ഇവർ രണ്ടുപേരോട് അമ്മയുടെ 2 കൈയിലും പിടിച്ച് ആ പെട്രോൾ വീണ അമ്മേനെ നിലത്തുകൂടെ വലിച്ചുകൊണ്ട് വന്നു. ഞാൻ ഈ ഡൈനിങ് ടേബിൾ കിടന്ന ഹാളിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞാൻ നോക്കും, തീ കത്തുമായിരുന്നു. അമ്മയുടെ ലൈറ്ററുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ കത്തിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ അമ്മ ആത്മഹത്യ ചെയ്യില്ല. ഈ പിടിവലിക്കിടയ്ക്ക് സംഭവിച്ചതാണ്. എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തതല്ല. നീനു എബ്രഹാം എൻ്റെ അമ്മയെ കൊന്നതാണ്. നീനു എബ്രഹാം പറയുന്ന കേട്ടിട്ടാണ് പോലീസുകാർ എൻ്റെ അമ്മയെ പിടിച്ചു വലിച്ചത് പോലും. അമ്മയുടെ മരണത്തിന് ഉത്തരവാദി നീനു എബ്രഹാം എന്ന ജീവനക്കാരി മാത്രമാണ്. രക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് ജീവനക്കാരും പോലീസും രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. ആ തീ കത്തിയത് എല്ലാവരും ഇറങ്ങി ഓടി. ഒരു ബ്ലൂ ഷർട്ടിട്ടൊരു ചെറുപ്പക്കാരൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിയോട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറഞ്ഞു. അയാൾ അന്നേരം ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി ഓടി. ഒരു പോലീസുകാരൻ്റെ ആ ടാപ്പിൻ്റെ അവിടെ നിന്ന് മുഖം കഴുകുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ അമ്മയുടെ ജീവൻ, അമ്മയെ രക്ഷിക്കും. പുള്ളിയെ ഇറങ്ങിപ്പോയി. താഴെ കിടന്ന ഒരു കാറിൽ കയറി നീനു എബ്രഹാമും ആ വ്യക്തിയും അന്നേരം പോയി. നെടുങ്കണ്ടത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത് ജോസഫ് ആന്റണി എന്ന വ്യക്തിയാണ്. ഇയാളുടെ സ്ഥലം ജപ്തി ചെയ്യണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ജപ്തി ചെയ്യുവാൻ എത്തിയത് ഇയാളുടെ മകന്റെ പേരിലുള്ള സ്ഥലമാണെന്നും സ്ഥലം മരിച്ച ഷീബയുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോക്കുവരവ് നടത്തി ഷീബയുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ല. 15 ലക്ഷം മാത്രം ബാങ്ക് ബാധ്യത ഉണ്ടെന്നാണ് ജോസഫ് ആന്റണി പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ എടുത്തിരിക്കുന്നത് 25 ലക്ഷം രൂപയാണെന്നും കുടുംബം ആരോപിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.